അപ്പൊ നമ്മളിന്ന് നമ്മുടെ കമ്പനിക്കാരന്റെ ഇക്കാക്കടെ കല്യാണം കൂടാനാണ് പോകാൻ പോണത്. അങ്ങനെ അഖിലിനെ പിക്ക് ചെയ്ത് നേരെ നമ്മുടെ വേറെ കമ്പനിക്കാരന്റെ വീട്ടിലേക്കാണ്ടാ പോകാൻ പോണത്. അപ്പൊ പോണ വഴിയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഡീസൽ നോക്കി കഴിഞ്ഞപ്പോ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പൊ വഴി കിടക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ വേറെക്കൂടത് ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റിക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഡീസൽ അടിച്ച് നേരെ ഷായനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ. അങ്ങനെ നമ്മുടെ ഷായനെ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ചെക്കനാണെങ്കിൽ വെളുപ്പിന് ഒരു വേൾഡ് കപ്പ് ഉണ്ട് എന്റെ ക്ഷീണത്തിൽ ഇരിക്കുക. അങ്ങനെ നമ്മൾ പോണ വഴി നമ്മുടെ കമ്പനിക്കാരന്റെ വണ്ടിയും കണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി കല്യാണത്തിന് പോകാൻ പോണം. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പയ്യെ ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ ഒരുത്തരാണെങ്കിൽ ടയർമ ചെളിയായി ടയർ കുറച്ചോണ്ടിരിക്കണേ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കണം. വല്ലാത്ത മനുഷ്യൻ തന്നെ. അപ്പോഴാണെങ്കിൽ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുത്തനാണെങ്കിൽ വീട്ടിലിരുന്ന് മുണ്ട് കൊടുത്തോണ്ടാണ് വന്നിരിക്കണം. ഈ മുണ്ട് കൊടുത്തോണ്ട് നിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. രാവിലെ 8 മണിക്ക് പരിപാടി ഓണാവുന്നു. സമയം നോക്കിയപ്പോ ആണെങ്കിലാ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. പാവം ഷായനാണെങ്കിലാ കളി കണ്ടോണ്ടിരിക്കണ ഉറങ്ങിയിട്ടും കൂടി ഉണ്ടായില്ലാട്ടാ. അങ്ങനെ നമ്മൾ പയ്യെ നടന്ന് ചെക്കന്റെ വീട്ടിലെത്തിയിട്ടാ. പക്ഷെ ചെക്കനെ ഇവിടെ ഒന്നും കാണാത്തോണ്ട് ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ കഴിച്ച് നിക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ പയ്യെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഫുഡൊക്കെ കഴിച്ച് എന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ പയ്യെ ദില്ലൂടെ വീട്ടിലേക്കാണ്ട് നേരെ പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലാ ഫാരിസ് ദില്ലൂടെ അലമാരി തുറന്ന് നോക്കിയപ്പോ കണ്ടത് ഫുള്ള് ബേബി ലോഷനും പൗഡറും ഒക്കെ ആയിരുന്നിട്ടാ. വെറുതെ ഇവൻ വെളുത്ത് ഡെയിലി വന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കല്യാണ ചെക്കന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നല്ലൊരു സ്പോട്ടിലാണ് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കണത്. അപ്പൊ ഈ കാണേണ്ട നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പൊ പുറത്ത് നല്ല ചൂട് കാരണം നമ്മളെല്ലാരും നൈസായിട്ട് വണ്ടിയിൽ കയറി AC ഇട്ടാണ്ട് ഇരിക്കണത്. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്ടാ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പോണ വഴിക്ക് നമ്മളൊരു ചെക്കനെ കണ്ടിട്ടാ. അവനാണെങ്കിൽ കുറച്ചേരം നിർത്തി മോട്ടറാക്കി അങ്ങോട്ട് വിട്ട്. കുറെ നേരം ഞാനിങ്ങനെ നോക്കിയേക്കണ കണ്ടിട്ട് ചെക്കൻ പയ്യെ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് സ്കൂട്ടായി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി പയ്യെ പോകാൻ പോകുന്നത് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കാണ്. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടാ. ഇനി നമുക്ക് നേരെ പോയി കല്യാണം അങ്ങോട്ട് കാണാം. അങ്ങനെ കുറെ നേരം കല്യാണ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും പോയി ഫുഡ് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാരും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ച് പോയപ്പോഴാണെങ്കിൽ 2 കോണായിട്ടാണ് ഒരുത്തൻ നിൽക്കുന്നത്. ഇവൻ മാത്രം 5 തവണ ഐസ്ക്രീം കഴിച്ചെന്നാണ് അവിടെ പറഞ്ഞിട്ടത്. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നിൽക്കുമ്പോഴാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു കോൾ അങ്ങോട്ട് വന്നു. അർജന്റായിട്ട് ഒന്ന് കൊല്ലം വരെ പോകണമെന്ന്. അത് കേട്ടതും നമ്മൾ നേരെ വണ്ടി എടുത്ത് എല്ലാവരോടും യാത്ര നേരെ അങ്ങോട്ട് വിട്ട്.